ലോകത്തിലെ ഏറ്റവും വലിയ LNG കയറ്റുമതി കേന്ദ്രങ്ങളിലൊന്നായ ഖത്തറിലെ റാസ് ലഫാൻ LNG പ്ലാന്റിന് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണം ആഗോളവാതക വിപണിയെ തകിടം മറിക്കുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ ദ്രവീകൃത പ്രകൃതിവാതക ശേഖരത്തിന്റെ 17% നശിപ്പിക്കപ്പെട്ടെന്നും അറ്റകുറ്റപ്പണികൾക്കായി എടുക്കുന്ന 3 മുതൽ 5 വർഷം വരെ പ്രതിവർഷം 12.8 ദശലക്ഷം ടൺ LNG വിതരണം തടസ്സപ്പെടുമെന്നും ഖത്തർ വ്യക്തമാക്കിയതോടെയാണ് ആശങ്കയേറുന്നത്. ആക്രമണം മൂലം രാജ്യത്തിന്റെ വാർഷിക വരുമാനത്തിൽ ഏകദേശം $2000 കോടി നഷ്ടമുണ്ടായതായി ഖത്തർ എനർജി സിഇഒയും ഊർജ്ജകാര്യ മന്ത്രിയുമായ സാദ് അൽ ഖാബി പറയുന്നുണ്ട്. റംസാൻ മാസത്തിൽ സഹോദര മുസ്ലിം രാജ്യം ഈ രീതിയിൽ ആക്രമിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്നും അദ്ദേഹം പറയുകയാണ്. ഖത്തറിലെ ഏറ്റവും വലിയ LNG പ്ലാന്റായ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലെയും മൈസയീദ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലെയും കേന്ദ്രങ്ങളിലാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. പിന്നാലെ ഉൽപാദനം നിർത്തിവെക്കുന്നതായി കമ്പനി അറിയിച്ചു. ആക്രമണങ്ങളിൽ നിന്നുള്ള നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഈ മേഖലയെ 10 മുതൽ 20 വർഷം വരെ പിന്നോട്ടടിച്ചതായി ഖത്തർ ഊർജ്ജകാര്യ മന്ത്രി പറയുന്നുണ്ട്. അതേസമയം LPG ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ റെസ്റ്റോറന്റുകളും വീടുകളും മുതൽ ഹീലിയം ഉപയോഗിക്കുന്ന ദക്ഷിണ കൊറിയൻ ചിപ്പ് നിർമ്മാതാക്കൾ വരെ ഖത്തറിലെ നാശനഷ്ടത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഇന്ത്യക്ക് ആവശ്യമായ പ്രകൃതിവാതകത്തിന്റെ ഏകദേശം 20% ഖത്തറിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ഒഴുകുന്ന ഇന്ധനത്തിന്റെ പ്രധാന സ്രോതസ്സാണിത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണം നടത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ നിർദ്ദേശിച്ച് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി രംഗത്തെത്തി. ഓഫീസിൽ പോകാതെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന രീതി പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇത്തരത്തിൽ ജോലി ചെയ്യുന്നത് ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ സഹായിക്കും. വിമാനയാത്രകൾ പരമാവധി ഒഴിവാക്കി ട്രെയിനുകളോ മറ്റ് ഗതാഗത മാർഗങ്ങളോ ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വിമാന ഇന്ധനത്തിന്റെ വിലയിലുണ്ടായ വർധനവ് വിമാന കമ്പനികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള വിമാനയാത്രകൾ കുറയ്ക്കുന്നത് വഴി വൻതോതിൽ ഇന്ധനം ലാഭിക്കാൻ സാധിക്കും. ഹൈവേകളിൽ വാഹനങ്ങളുടെ വേഗം 10 കിലോമീറ്ററെങ്കിലും കുറയ്ക്കുന്നത് ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും IEA ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗിക്കാനും കാർ പൂളിംഗ് പോലുള്ള രീതികൾ അവലംബിക്കാനും ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വലിയ നഗരങ്ങളിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനായി നമ്പറുകളുടെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരാനും നിർദ്ദേശമുണ്ട്. പാചകാവശ്യങ്ങൾക്കായി LPGക്ക് പകരം വൈദ്യുതി ഉപയോഗിച്ചുള്ള മാർഗങ്ങൾ തേടണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ധനക്ഷമതയ്ക്കുള്ള ഡ്രൈവിംഗ് രീതികൾ ശീലിക്കുന്നത് വഴി സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ധനശേഖരം വർദ്ധിപ്പിക്കുന്നതിനായി IEA രാജ്യങ്ങൾ ഇതിനോടകം തന്നെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമാണ് ഈ മാസം വിപണിയിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എങ്കിലും ഉപഭോഗം കുറയ്ക്കാതെ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയില്ലെന്ന് IEA എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാത്തി ബിറോൾ വ്യക്തമാക്കുന്നുണ്ട്. വരും മാസങ്ങളിൽ ഊർജ്ജ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ നടപടികൾ കർശനമാക്കാൻ അദ്ദേഹം രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. വരാനിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യം ഒഴിവാക്കാൻ ഊർജ്ജ ഉപഭോഗത്തിൽ അച്ചടക്കം പാലിക്കണമെന്ന മുന്നറിയിപ്പോടെയാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്.